ഹായ് ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടീഷണർ ഏത് തരത്തിലാണ്, അത് ഏതെല്ലാം ഹെയറിന് ഏതെല്ലാം രീതിയിലുള്ള കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കണ്ടീഷണർ യൂസ്ഡ് ഫോർ ടൈപ്സ് ഓഫ് കണ്ടീഷണർ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷണർ എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഡാമേജ്ഡ് ഹെയറിന് നമ്മളിപ്പോൾ ഏത് കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഡാമേജ്ഡ് ഹെയറിന് നമ്മൾ യൂസ് ചെയ്യേണ്ട കണ്ടീഷണർ എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടീഷണറാണ് ഡാമേജ്ഡ് ഹെയറിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡാമേജ്ഡ് ഹെയറിന് പ്രോട്ടീൻ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഡ്രൈ ഹെയറിന് ഏത് കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഡ്രൈ ആയിട്ടുള്ള മുടി, അതായത് മുടി എപ്പോഴും വരണ്ട് ഇരിക്കുന്ന മുടിക്കുള്ള കണ്ടീഷണർ ഏതാണെന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസിങ് കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ച് നല്ല സിൽക്ക് പോലെ മോയ്സ്ചറൈസിങ് ആയിട്ട് കിടക്കും. അത് കഴിഞ്ഞുള്ള കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ ഓയിലി ഹെയറിനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓയിലി ഹെയറിനുള്ള കണ്ടീഷണർ ഏതാണെന്ന് വെച്ചാൽ നോർമൽ കണ്ടീഷണറാണ് നമ്മൾ ഓയിലി ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ വിപണിയിൽ കിട്ടുന്ന ഇഷ്ടമുള്ള കണ്ടീഷണറെല്ലാം വാങ്ങിച്ച് തലമുടി ഏതാണെന്നോ ഒന്നും നോക്കാതെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ടൈപ്സ് എല്ലാം നോക്കി നമ്മളെ മുടി എങ്ങനെയുള്ളതാണെന്നെല്ലാം നോക്കി നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ മുടിയിൽ കായ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതായത് മുടി നമ്മൾ നനഞ്ഞ മുടി കെട്ടി വയ്ക്കുമ്പോഴും, നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വയ്ക്കാൻ പാടില്ല. മുടി ഉണങ്ങുന്നതിന് മുന്നേ ചീകുമ്പോഴൊക്കെ മുടിയിൽ അറ്റം പിളർന്ന് കായ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആവിയിൽ, അതായത് നെല്ല് പുഴുങ്ങുന്ന ആ ആവിയിൽ നമ്മൾ മുടി കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക്, അതിൻ്റെ ആവി കൊള്ളിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇത് മാറിക്കിട്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരിടത്തും നെല്ലൊന്നും പുഴുങ്ങാനുള്ള ഒരു സാഹചര്യത്തിലല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും, കാരണം ഒരിടത്തും നെല്ലൊന്നും കൃഷിയൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് കൊണ്ട് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, കണ്ടീഷണർ സ്കാൽഫിൽ നല്ല ബ്യൂട്ടിഫുള്ളാക്കും. പിന്നെ ഹെയർ ബ്യൂട്ടിഫുൾ സ്കാൽഫ് ഇഫ് കെപ്റ്റ് ക്ലീനാക്കും. അതായത് കണ്ടീഷണർ നമ്മുടെ മുടിയെ ക്ലീനാക്കും. നല്ല തിളക്കം, മുടിക്ക് നല്ല തിളക്കവും ഓജസ്സും കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേറെ കാര്യം, ഇന്നലെ ഞാൻ വെളുത്തുള്ളിയുടെ ഉപയോഗം പറഞ്ഞ കൂട്ടത്തിൽ, ഇത്തിരി ആരോഗ്യം കൂടി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ അവസാനമായപ്പോഴത്തേക്ക് വീഡിയോ ഒന്ന് സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞത്, നമുക്ക് തൊണ്ടവേദന ഉള്ളവർക്ക് വെളുത്തുള്ളി ചുട്ട ശേഷം തൊണ്ടയിൽ പുരട്ടി കൊടുക്കുക. അതുപോലെ കട്ടൻ ചായയിൽ ഉപ്പിട്ട് നമുക്ക് തൊണ്ടവേദന ഉള്ളവർക്ക് തൊണ്ടയിൽ കവിളുകൊള്ള ഇതുകൂടി പറയാനാണ് വന്നത്. നാളെ പുതിയ ടിപ്സായിട്ട് വരുന്നവർക്ക്